ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം ഞാൻ സെക്രട്ടേറിയറ്റ് OAയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ സിലബസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ ഇതിൻ്റെ ഒഫീഷ്യൽ സിലബസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു എഡ 24/7 മലയാളം ചാനൽ. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കുക, എക്സാം നടക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് OA, അതായത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്ന പോസ്റ്റിലേക്ക് എക്സാം നടക്കാൻ പോകുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ്. ദാറ്റ്സ് ഇതിന് പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട്. PSC പണ്ട് ഒരു പ്രിലിംസ് കൊണ്ടുവന്നിട്ട് ഇടയ്ക്ക് അത് എടുത്തു കളഞ്ഞു. അതുകൊണ്ട് ഇതിന് മെയിൻസ് മാത്രമേ ഉള്ളൂ. പല ഉദ്യോഗാർത്ഥികളുടെ ആദ്യത്തെ സംശയമാണ്. നോ, പ്രിലിംസ് ഉണ്ട്. അടുത്ത് എന്നായിരിക്കും പ്രിലിംസ് അല്ലേ? ഇപ്പോൾ PSCയുടെ ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് നവംബർ ടു ഡിസംബർ, ദാറ്റ് ഈസ് നവംബർ മാസത്തിലോ ഡിസംബർ മാസത്തിലോ നമുക്ക് പ്രിലിംസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്തിൻ്റെ സിലബസ് നോക്കുക? പ്രിലിംസിൻ്റെ. ഇതിനകത്തില ജനറൽ നോളജ്, കറണ്ട് അഫേഴ്സ്, റെനൈസൻസ് ഇൻ കേരള 60 മാർക്ക്. അതായത് ജനറൽ നോളജ് നമ്മുടെ ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, അതേപോലെ തന്നെ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരും, പിന്നെ കുറച്ച് ആസൂത്രണ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ ഫോം ചെയ്തത്, അതിൻ്റെ പ്രസിഡന്റുമാർ, അതുപോലെ കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ 60 മാർക്ക് പഠിക്കുക. നാച്ചുറൽ സയൻസ് അത് 10 മാർക്ക്, ഫിസിക്കൽ സയൻസ് 10 മാർക്ക്, സിമ്പിൾ അർത്ഥമെറ്റിക് 10 മാർക്ക്, മെന്റൽ എബിലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സ്കില്ല് 10 മാർക്ക്. സോ ടോട്ടൽ 100 മാർക്ക്. ഇംഗ്ലീഷ് ഇല്ല, മലയാളം ഇല്ല. അപ്പം നവംബർ ഡിസംബറിൽ എക്സാം ഉണ്ടാവും. ഇതാണ് പ്രിലിംസിൻ്റെ സിലബസ്. ഈ പ്രിലിംസിൽ അത്യാവശ്യം നല്ല മാർക്കൊക്കെ വാങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ, മെയിൻസിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഈ മെയിൻസിൻ്റെ കേസ് എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കര ഒരു അനുഗ്രഹം വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ വന്നിരിക്കുന്ന സിലബസ് നമ്മുടെ 10th മെയിൻസിൻ്റെ അതേ സിലബസ്. ഇത് 10th മെയിൻസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതേ സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ബയോളജി ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 6 മാർക്ക്, ഫിസിക്സ് 3, കെമിസ്ട്രി 3, കലാകായികം സംസ്കാരം അതിന് 5 മാർക്ക്, കമ്പ്യൂട്ടറിന് 3, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20, മാത്സ് 10, ഇംഗ്ലീഷ് 10, മലയാളം 10. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒന്നുമില്ല, ബിക്കോസ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മെയിൻസിൻ്റെ അതേ സിലബസ് തന്നെ. അപ്പോൾ എക്സാം എന്ന് കാണും. എക്സാം നിങ്ങൾ മെയ് മുതൽ എക്സ്പെക്ട് ചെയ്യാം. മെയ്, ജൂൺ, ജൂലൈ, ആ ഒരു ജൂൺ വരെയൊക്കെ പോകുള്ള ആ ഒരു ടൈമിലേക്ക് മെയിൻസിൻ്റെ എക്സാം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി കിട്ടി. ഓൾറെഡി റാങ്ക് ലിസ്റ്റ് 1.5 2 ഇയർ ആവാൻ പോകുന്നതേ ഉള്ളൂ. 2 വർഷം ആയപ്പോഴത്തേക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്നും എല്ലാവരെയും എടുത്തു കഴിഞ്ഞു. അപ്പോൾ അടുത്ത വർഷം റാങ്ക് ലിസ്റ്റ് കഴിയുമ്പോൾ PSCക്ക് പുതിയൊരു റാങ്ക് ലിസ്റ്റ് കൊണ്ടുവരണം. അപ്പോൾ എങ്കിൽ മാത്രമേ അടുത്ത ആ ഒരു പ്രോസസ്സ്, അപ്പം നിങ്ങൾ ആദ്യത്തെ റാങ്കിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പിക്കാം. കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആദ്യത്തെ റാങ്കിൽ എത്തണം. ആദ്യത്തെ ഒരു 100 റാങ്കിനുള്ളിലൊക്കെ എത്തുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ LDCക്ക് പഠിക്കുന്നതുകൊണ്ട് അതേ സിലബസ് തന്നെ വെച്ച് പഠിക്കുക. പ്രത്യേകിച്ചൊന്നും പറയേണ്ട, പഠിക്കേണ്ട കാര്യമില്ല. സിലബസ് ബേസ് ചെയ്തുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ SCERT ടെക്സ്റ്റ് ബുക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് അത്ര സുഖമല്ല, മടുപ്പാണ് നമുക്ക് എല്ലാവർക്കും. പിന്നെ അതിന് തൊട്ട് താഴെ ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ടീച്ചറെ ഞാൻ ആദ്യമായിട്ട് പഠിക്കുകയാണ്, എനിക്ക് കിട്ടുമോ എക്സാം? നമ്മൾ PSC എന്ന് പറയുന്നത് നമ്മളിപ്പം നിങ്ങൾ ഡിഗ്രിക്കോ അല്ലെ നമ്മൾ 10th അല്ലെ +2 ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 1, 2, 3 സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ PSCയിൽ എല്ലാം 1 വേർഡുകളാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ നടത്തുക, കൃത്യമായ ഒരു പ്ലാനോട് പോവുക. ഇപ്പം നമ്മൾ PSC പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കാരും സർട്ടിഫിക്കറ്റ് ഒന്നും തരില്ല അല്ലേ? പക്ഷേ 10th ക്ലാസ് പഠിക്കണമെങ്കിൽ 10th ക്ലാസ് പരീക്ഷ എഴുതിക്കുമ്പോൾ നമുക്കൊരു പാസ്സായി, സർട്ടിഫിക്കറ്റ് കിട്ടി. അല്ലെ ഡിഗ്രി കഴിഞ്ഞു, നമ്മൾ പാസ്സായി, നമുക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ വന്നു. പക്ഷേ PSC പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റോ
കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പം നമ്മൾ വേണോ, കിട്ടിയില്ല, എൻ്റെ അത്രയും കാലം പോകും, എല്ലാവരും എന്നെ കളിയാക്കും, ഇങ്ങനെ കുറേ കോൺസെപ്റ്റുകൾ നെഗറ്റീവ് തിങ്കിങ് നമുക്കുണ്ട്. പക്ഷേ കൃത്യമായി നിങ്ങൾ PSC ക്രാക്ക് ചെയ്ത ഉദ്യോഗാർത്ഥികളോട് ചോദിച്ചാൽ മതി, കൃത്യമായ പ്ലാനിങ്ങിൽ പോയ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ പരീക്ഷ നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് കൃത്യമായി ഒരു സിലബസൊക്കെ വെച്ച് പഠിച്ചു. അതായത് എല്ലാത്തിലും ഉപരി നമുക്ക് വേണ്ട എന്താണെന്നറിയാം, വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, അതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ LDC പരീക്ഷ തന്നെ ഇന്ന് തന്നെ ഒരു കുട്ടി വിളിച്ചു കേട്ടോ. ആ കുട്ടി എവിടെയാണ്, കുട്ടി എറണാകുളം ജില്ലയിലാണ് എക്സാം എഴുതുന്നത്, ഒക്ടോബറിൽ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മിസ്സേ എനിക്കത് കിട്ടുമെന്ന് തോന്നുന്നില്ല, ഞാൻ പഠിച്ചില്ല. നോട്ടിഫിക്കേഷൻ വന്ന സമയം മുതൽ തന്നെ വിചാരിച്ചതാണ് പഠിക്കണമെന്ന്, ഞാൻ പണ്ട് ഓഫ്ലൈനിൽ പഠിപ്പിച്ചതാണ്. പക്ഷേ നാളെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നീണ്ടുപോയി. അപ്പോൾ എനിക്ക് LDCയിലുള്ള പ്രതീക്ഷ ഞാൻ വിട്ടു. നീ അടുത്തത് എനിക്ക് പ്രതീക്ഷ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ്റ് മിസ്, ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം നമ്മുടെ ഒരു നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരവസരം പോകുമ്പോൾ ഇത് പോയി, അടുത്തത് ഞാൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ ലെവലിലെത്തും. അപ്പോൾ ആ ലെവലിൽ എത്താതെ എപ്പോഴും ഒരേ സ്റ്റാൻഡിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിലാണ് നമ്മുടെ വിജയം. ഇപ്പം നമ്മൾ പഠിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ പഠിത്തമല്ല, നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്താലും നമുക്കറിയാം നമ്മൾ നല്ലതാണ് ചെയ്യുന്നത്, അല്ല നല്ല എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും. ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ അങ്ങോട്ട് കളയുക. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നിടത്തുനിന്നൊന്നും നമുക്കൊരു സപ്പോർട്ട് കിട്ടിയെന്നറിയാം നമ്മൾ കരുതിയേ വേണ്ട. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന അവരുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടായിരിക്കും, ചിലപ്പോൾ അത് കിട്ടിയില്ല എന്ന് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് അങ്ങോട്ട് കളയുക. കിട്ടുന്നില്ല, വേണ്ട, ഞാൻ ഇതിനൊപ്പം പഠിക്കും, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഒരുപാട് മോശം സാഹചര്യങ്ങളിലൊക്കെ പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പം നമ്മുടെ സാഹചര്യം ഇങ്ങനെയാണ് അങ്ങനെയാണ് കംപ്ലൈൻറ്റ് പറയുന്നത് നമ്മളോട് തന്നെ, നഷ്ടപ്പെടുന്നതും നമുക്ക് തന്നെ. അപ്പം നമ്മൾ നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റി അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഇനിയും പഠിച്ചു തുടങ്ങിയാൽ കിട്ടും. കറക്റ്റ് വ്യക്തമായ ഒരു പാറ്റേണിൽ നേടണമെന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നെഗറ്റീവ് പറയുന്നതൊക്കെ ഒരു ചെവി കൂടെ പറഞ്ഞാൽ കളയട്ടെ, അത് കേൾക്കേ വേണ്ട, അത് പോട്ടെ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായാൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളാണ്. ബെനിഫിറ്റ് ചിലപ്പോൾ നമ്മുടെ അപ്പുറത്തിരിക്കുന്നവർക്കൊക്കെ കിട്ടും, നമ്മുടെ റിലേറ്റീവ്സിനും നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മളെ ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ സന്തോഷം നമുക്കാണോ, ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊരു ഗവൺമെൻറ് ജോലി. അപ്പോൾ നെഗറ്റീവായ ചിന്തകളൊക്കെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി പഠിച്ചു തുടങ്ങണം. അപ്പം നമ്മൾ ഇതിനു വേണ്ടി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ഓഫറൊക്കെ ആയിട്ട് ഇതിൽ സ്പെഷ്യൽ ഓഫറും ഒക്കെ അവൈലബിളാണ്. അപ്പം ഞാൻ നിങ്ങളോട് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. പഠിത്തം മുടക്കല്ല. അതായത് കോഴ്സ് കയറി ആദ്യത്തെ 2 ദിവസം നന്നായിട്ട് പഠിക്കും, 3ാമത്തെ ദിവസം മുതൽ ഉഴപ്പും, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ കോഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന്. നേരെ ഗൂഗിളിൽ നമ്മുടെ ഫോണിലോ ലാപ്പിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അഡാ 24/7 മലയാളം കൊടുത്തല്ലോ ഫസ്റ്റ് ലിങ്ക്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക്. നമ്മുടെ പ്രോഡക്റ്റ് എല്ലാവിടെയും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ബാച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ടൈമിൽ കുറേ നിങ്ങൾക്ക് പ്രിലിംസ് 2-3 പ്രിലിംസ് ഒരുമിച്ചാണ് ഇനി വരാൻ പോകുന്നത്. അതായത് ഒന്ന് നിങ്ങളെല്ലാവരും അയച്ചിട്ടുണ്ടാവും, ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി അസിസ്റ്റൻറ്റ്, പിന്നെ അതുപോലെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്, സ്റ്റോർ കീപ്പർ, അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, ഇതിൻ്റെയൊക്കെ പ്രിലിംസ് ഒരുമിച്ചാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാം കൂടെ ഹെൽപ്പിംഗ് ആയ ഒരു ബാച്ചാണ്. അപ്പം പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ബൈ നൗ കൊടുക്കുമ്പോൾ നമുക്ക് ഓഫർ കോഡ് ചോദിക്കും, കൂപ്പൺ കോഡ് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഓഫറൊക്കെ അവൈലബിൾ ആണ്. Y362 Y362 എന്ന കൂപ്പൺ കോഡ് കൊടുക്കുക. അപ്പോൾ 1287 രൂപ, 476 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞു. കോഴ്സ് ഫീ ടോട്ടൽ ഫീ ആണ് 1287. ഫിൽ ഡീറ്റെയിൽസ്, പേരും ഫോൺ നമ്പറും പേയ്മെൻറ്റ് കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തൊരു ഇ-ബുക്കും ഫ്രീ ആണ്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ നോട്ട്സ് ഒക്കെ തന്നെ അധ്യാപകർ തരും. ക്ലാസ്സൊക്കെ ലൈവാണ്. ലൈവ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ. അപ്പോൾ ഈ റെക്കോർഡഡ് വീഡിയോ ഡബിൾ വാലിഡിറ്റി മീൻസ് 2 വർഷം നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ ലൈവിലാണെങ്കിൽ നിങ്ങൾക്ക് അധ്യാപകരോട് നേരിട്ട് ഡൗട്ടൊക്കെ ചോദിക്കാം. അവരുടെ ഡൗട്ടൊക്കെ നിങ്ങളുടെ ക്ലിയർ ചെയ്ത് തരും. അതേപോലെ തന്നെ നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനത്തെ ഒരു ബാച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് 27% ഡിസ്കൗണ്ടും ഉണ്ട്. കോഴ്സ് പർച്ചേസ് ചെയ്ത് കാണാനായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അഡാ 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തേ അവിടെ 2ാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട്. ഈ സ്റ്റേറ്റ് എക്സാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ബീഹാർ, വെസ്റ്റ് ബംഗാൾ, 3ാമത് നമ്മുടെ കേരള വന്നു.
വന്നല്ലോ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ പേരും ഫോൺ നമ്പറും ഒക്കെ എടുത്ത് ആപ്പിലോട്ട് ജോയിൻ ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഈ ആപ്പില മൈ കോണ്ടന്റില നിങ്ങൾ പർച്ചേസ് ചെയ്ത മെയിൽ ഐ ഡി തന്നെ ആയിരിക്കണം കേട്ടോ. പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ടാവും ലൈവ്. ഇപ്പോൾ 2-3 ദിവസമായ കോഴ്സ്, ഇപ്പോൾ കുറച്ച് ദിവസം ക്ലാസ് സ്റ്റാർട്ട് ആയതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ അതിനകത്തിൽ ഉണ്ടാവും. ഇന്ന് മുതൽ എന്നിട്ട് ലൈവിൽ കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ദെൻ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ADA24/7 മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഏതൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഒരു വേക്കൻസി ഉള്ളെങ്കിൽ പോലും ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അറിയാതെ പോവില്ല. അതുപോലെ എല്ലാ എക്സാമും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, ഹോൾ ടിക്കറ്റ് ഡേറ്റ്, അതുപോലെ എല്ലാത്തിനും കോണ്ടന്റ് സെഷൻസ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷൻ, ഇതൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ. അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്